തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പാർട്ടികളാണ് സിപിഐഎമ്മും സിപിഐയും. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ ഇടതുകോട്ടകളിൽ ഉൾപ്പെടെയുള്ള വിമതശല്യം ഇടതുമുന്നണിയെ അലട്ടുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ എതിർത്ത് കണ്ണൂർ ജില്ലയിൽ മാത്രം 2 നേതാക്കളാണ് ഇന്ന് പാർട്ടിയുടെ ഉറച്ച മണ്ഡലങ്ങളിൽ വിമതരായി മത്സരത്തിന് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചത്. തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയ്ക്കെതിരെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദനും പയ്യന്നൂരിൽ ടി.ഐ. മധുസൂദനെതിരെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി. കുഞ്ഞികൃഷ്ണനുമാണ് ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇതിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം. വി. ഗോവിന്ദനും ഭാര്യ പി.കെ. ശ്യാമളയ്ക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിടുന്ന കാര്യം അറിയിച്ചത്. ജില്ലാ കമ്മിറ്റിയിലുള്ള എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് എം. വി. ഗോവിന്ദൻ തന്റെ ഭാര്യയ്ക്ക് തളിപ്പറമ്പ് സീറ്റ് നൽകിയതെന്നായിരുന്നു ടി.കെ. ഗോവിന്ദന്റെ പ്രധാന ആരോപണം. UDF പിന്തുണയിൽ മത്സരിക്കാനുള്ള താൽപര്യവും ടി.കെ. ഗോവിന്ദനും വി. കുഞ്ഞികൃഷ്ണനും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം തൃശൂർ നാട്ടികയിൽ പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി പാർട്ടിക്കെതിരെ തിരിഞ്ഞ CPI നേതാവ് CC മുകുന്ദൻ ഇന്ന് BJPയിൽ ചേർന്നു. കോൺഗ്രസുമായി നടത്തിയ ചർച്ചയിൽ ധാരണയാവാത്തതോടെയാണ് മുകുന്ദൻ BJP പാളയത്തിലെത്തിയത്. ഇടതുമുന്നണിയിലെ മറ്റു ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് എമ്മിലും NCPയിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പഠനപ്പിണക്കങ്ങൾ രൂക്ഷമാകുന്നുണ്ട്. ജി സുധാകരന് പിന്നാലെ കൂടുതൽ മുതിർന്ന നേതാക്കൾ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നത് വലിയ തലവേദനയാണ് CPIഎമ്മിനും ഇടതുമുന്നണിക്കാകെയും സൃഷ്ടിച്ചിരിക്കുന്നത്. വിമതശല്യത്തിൽ ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടുമോ? പാർട്ടിക്കുള്ളിലെ എതിർപ്പുകൾ പരിഹരിക്കാൻ CPIഎമ്മിന് സാധിക്കുന്നില്ലേ? ആദ്യം കാണാം RDX റാപ്പ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് വിമതരായി രംഗത്തുള്ളതെന്നാണ് ഇടതുപക്ഷത്തെ കുഴക്കുന്നത്. പാർട്ടിയുമായി ഇടഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുൻ മന്ത്രി ജി സുധാകരന് പുറമെ ഇന്ന് CPIഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദനും പാർട്ടിക്കെതിരെ മത്സരരംഗത്തുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചാണ് ടി.കെ. ഗോവിന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്നത്. കൂടാതെ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപിച്ച് സിറ്റിംഗ് MLA ടി.ഐ. മധുസൂദനെതിരെ രംഗത്ത് വന്ന മുൻ CPIഎം ജില്ലാ കമ്മിറ്റി അംഗം വി. കുഞ്ഞികൃഷ്ണനും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പൊന്നാനിയിൽ MK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും ഒരു വിഭാഗം CPIഎം പ്രവർത്തകരിൽ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട് നെന്മാറയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട സിറ്റിംഗ് MLA കെ. ബാബുവിനെ UDF പാളയത്തിലെത്തിക്കാനുള്ള നീക്കവും സജീവമാണ്. അതേസമയം തൃശൂർ നാട്ടികയിലേത് പേയ്മെന്റ് സീറ്റാണെന്ന് ആരോപിച്ചതിനെ തുടർന്ന് CPIയിൽ നിന്ന് പുറത്താക്കിയ മുൻ MLA CC മുകുന്ദൻ ഇന്ന് BJPയിൽ ചേർന്നതും വിസ്മയമായി. കോൺഗ്രസിൽ നിന്ന് പിന്തുണ ലഭിക്കാതെ വന്നതോടെയാണ് മുകുന്ദൻ BJPയോടൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഭൂരിപക്ഷ എതിർപ്പ് അവഗണിച്ചാണ് പി.കെ. ശ്യാമളയെ എം. വി. ഗോവിന്ദൻ വാശി പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പാർട്ടി വിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദൻ ആരോപിച്ചു. തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. UDFന്റെ പിന്തുണ കിട്ടിയാൽ സ്വീകരിക്കുമെന്നും ടി.കെ. ഗോവിന്ദൻ പറഞ്ഞു. തളിപ്പറമ്പിൽ നടന്ന നീതികേടാണ്, പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് ചേരാത്തതാണ്, പാർട്ടിയുടെ സംഘടനാ രീതിക്ക് ചേരാത്തതാണ്. പല എതിർപ്പും നടത്തി അവസാനം എതിർക്കാൻ പരാജയപ്പെടും തോന്നിയ ഘട്ടത്തിൽ തന്നെയാണ് മാഷോട് തന്നെ പറഞ്ഞു, മാഷെ ഞാനില്ല, ഇതിനോട് യോജിക്കാനൊക്കെ ആവില്ല, ഞാനിത് പാർട്ടിയായിട്ടുള്ള എൻ്റെ ബന്ധം വിച്ഛേദിക്കാനാവും, പരസ്യമായി പറയാനാണ്, ജനങ്ങളോട് പറയാനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് അവസാനിപ്പിച്ചത്. ഈ തീരുമാനത്തിൽ പ്രതിഷേധിക്കാൻ ഞാൻ വേണ്ടി വന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് ഇതിനെ ഞാൻ പ്രതിഷേധിക്കും. UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDFന്റെ പിന്തുണയും ഞാൻ സ്വീകരിക്കും. ടി.കെ. ഗോവിന്ദൻ കാട്ടിയത് വർഗവഞ്ചനയെന്ന് CPIഎം നേതാവ് എം. വി. ജയരാജൻ പറഞ്ഞു. പാർട്ടിയിൽ മത്സരിക്കാനുള്ള നിരവധി പേരുണ്ട്. അത്തരക്കാരുള്ളപ്പോഴാണ് ടി.കെ. ഗോവിന്ദൻ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെന്നും എം. വി. ജയരാജൻ പറഞ്ഞു. സ്ഥാനാർത്ഥി മോഹം കൊണ്ടാണ് ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിട്ടതെന്ന് ഇ.പി. ജയരാജൻ ആരോപിച്ചു. പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളോടൊപ്പം ചേർന്ന് ഒരാൾ മത്സരരംഗത്തേക്ക് വന്നാൽ അത് പാർട്ടിയുടെ ബന്ധുമിത്രാദികൾ അതിനോട് യോജിക്കില്ല. വർഗവഞ്ചകരെ ഒറ്റപ്പെടുത്തും. രാഷ്ട്രീയ വഞ്ചന കാട്ടിയവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടും. ഇത് തെറ്റിദ്ധാരണകൾ കൊണ്ട് സ്വാഭാവികമായും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളാകാനുള്ള മോഹങ്ങളൊക്കെ ഉണ്ടാകും. അത്തരത്തിലുണ്ടാകുമ്പോൾ കാര്യങ്ങൾ ശരിയായ നിലയിൽ അവരെ ധരിപ്പിച്ച് ശരിയായ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി മുന്നോട്ടു പോകുന്ന പ്രസ്ഥാനമാണ് BJP എന്ന് CC മുകുന്ദൻ പറഞ്ഞു. BJPയിലൂടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. BJPയോട് കൂറു പുലർത്തി മുന്നോട്ട് പോകും. നാട്ടികയിൽ NDA സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും CC മുകുന്ദൻ പറഞ്ഞു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നിറവേറ്റുന്ന നിലയിൽ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് എന്നും കൂറുപുലർത്തി ഞാൻ മുന്നോട്ട് പോകും എന്നൊരു പ്രതിജ്ഞയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.
പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് CPIM വിട്ട മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ തീരുമാനം. മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ തനിക്ക് കിട്ടുമെന്ന് വി കുഞ്ഞികൃഷ്ണനും പ്രതികരിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിനിടയിൽ വലിയ നിലയിൽ അഭിപ്രായങ്ങളുണ്ട്. നിലവിലുള്ള MLA തന്നെയാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന് പരസ്യമായി പറയാൻ സന്നദ്ധമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് നിന്ന് തന്നെ വലിയ നിലയിലുള്ള വോട്ട് സമാഹരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം നെന്മാറയിൽ മുൻ MLA കെ ബാബു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ തള്ളി CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. മകന്റെ അഡ്മിഷൻ സംബന്ധിച്ച കാര്യത്തിനാണ് കെ ബാബു ബംഗളൂരുവിൽ പോയത്. പ്രചാരണത്തിനായി കെ ബാബു നാളെ മണ്ഡലത്തിലെത്തുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. അതൊക്കെ തെറ്റായ പ്രചരണമാണ്. കെ ബാബു MLA പാലക്കാട് ജില്ലയിലെ CPMന്റെ നേതാവാണ്. അദ്ദേഹത്തിനോട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അദ്ദേഹം മകൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ അദ്ദേഹം ബാംഗ്ലൂരാണ്. അപ്പോൾ അനാവശ്യമായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഖാബ് ബാബുവുമായി ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഒരാളുമായിട്ട് ചർച്ചയ്ക്കും പോയിട്ടില്ല, ചർച്ച ചെയ്തിട്ടുമില്ല. എലത്തൂരിലെ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി NCP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് രംഗത്തെത്തി. മുക്കം മുഹമ്മദ് എന്ന പേരാണോ തന്റെ അയോഗ്യതയെന്ന് ചോദ്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിയിൽ കൂടിയാലോചന വേണം, അത് വേണ്ട എന്ന് പറയുന്നവരെ അംഗീകരിക്കില്ലെന്നും മുക്കം മുഹമ്മദ് പറഞ്ഞു. നേരത്തെ തന്നെ ജില്ലാ കമ്മിറ്റിയും ഇവിടെ നിന്ന പൊതുസമൂഹമൊക്കെ അധികം മത്സരിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം പൊന്തി വന്നിരുന്നു. അതിനടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഏകകണ്ഠേന പ്രമേയം പാസാക്കി. ഇന്ന് നിങ്ങളുടെ സമ്പൂർണ്ണ കൺവെൻഷൻ ആ പ്രമേയത്തിന് സാധൂകരണം നൽകുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാർ വിചാരിച്ചിരുന്നത്. ഇനിയും മത്സരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ വികാരങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ജില്ലാ നേതാക്കളുമായി ഞാൻ സംസാരിക്കും. അതിനനുസരിച്ച് ഭാവി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കും. അതേസമയം അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച് എറണാകുളം കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് രാജിവെച്ചു. പെരുമ്പാവൂർ സീറ്റും പിറവം സീറ്റും പേയ്മെന്റ് സീറ്റാക്കി മാറ്റുന്നുവെന്നാണ് ആരോപണം. ഇടതുമുന്നണിയിൽ തുടരാൻ താല്പര്യപ്പെടുന്നില്ലെന്നും നാളെ മുതൽ UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണത്തിനിറങ്ങുമെന്നും ടോമി ജോസഫും പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും പാർട്ടി മെമ്പർഷിപ്പും ഞാൻ രാജിവെക്കുകയാണ്. ഈ മുന്നണിയിൽ ഞങ്ങളില്ല. കേരള കോൺഗ്രസിന്റെ ഇല്ല. പാർട്ടിയിലെ അധ്വാനിക്കുന്ന, പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. മറ്റേ UDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നാളെ മുതൽ ഞങ്ങൾ ഇറങ്ങും. കയ്യെത്തും ദൂരത്തുള്ള MLA ആയിരിക്കും താനെന്ന് പാലക്കാട് മണ്ഡലത്തിൽ LDF പരിഗണിക്കുന്ന ഹോട്ടൽ വ്യവസായി NMR അബ്ദുൾ റസാഖ് പറഞ്ഞു. പാർട്ടി നിർദ്ദേശത്തിനനുസരിച്ച് പാലക്കാട് പ്രചാരണം തുടങ്ങുമെന്നും അബ്ദുൾ റസാഖ് പറഞ്ഞു. കയ്യെത്തും ദൂരത്ത് MLA ഉണ്ടാവും. എൻ്റെ വാഗ്ദാനം കയ്യെത്തും ദൂരത്ത് പാലക്കാട്ടുകാർക്ക് MLA ഉണ്ടാവും. പാലക്കാട്ടിൽ 1,90,000 വോട്ടർമാരുണ്ട് എന്നുണ്ടെങ്കിൽ 1,90,000 MLA-മാരായിരിക്കും. അതിനകത്ത് വേറിട്ട് നിൽക്കുന്ന MLA ഒന്നായിരിക്കില്ല. കാരണം എൻ്റെ ജീവിതം തന്നെ അങ്ങനെയാണ്. ഹർഷൻ, എന്ത് തോന്നുന്നു? പുതിയ സാഹചര്യങ്ങളിൽ വിഭാഗീയത മറനീക്കി പുറത്തു വരികയാണ്. അല്ല, ഇതിനകത്ത് കൗതുകകരമായ കാര്യം, ഇടതുമുന്നണിയിൽ നിന്ന് ഇത്രയധികം വിമതരുടെ ശബ്ദം ഒരുമിച്ച് ഉയരുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു തുടർഭരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ടാണ്. കാരണം ഒരു 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്രയധികം വിമത ശബ്ദം ഇടതുമുന്നണിയിൽ ഉയരില്ല. സാധാരണ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ UDFിൽ നിന്നോ ഒക്കെയാണ് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുക സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെയായി ബന്ധപ്പെട്ട്. അതൊരു സ്വാഭാവികമായ സംഗതിയായി ആ കാലത്ത് നമ്മളത് കരുതാറുമുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മുമ്പൊക്കെ ആണെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കുകയും ചുവരെഴുത്ത് നടത്തുകയും ചെയ്തതിന് ശേഷം തന്നെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച ചരിത്രമുണ്ട്. പക്ഷേ ഇടതുമുന്നണിയിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സംഭവിക്കുകയില്ല. അതായത് ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ കാര്യം തന്നെ എടുത്താൽ, ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ കാര്യം തന്നെ എടുത്താൽ, അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അണികളും ജനങ്ങളും തെരുവിൽ ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഇടതുമുന്നണിയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത്
ഈ സമ്പൂർണ്ണമായ വിഭാഗീയതയുടെ ബാക്കിയായിരുന്നു ഇടതുമുന്നണിയിൽ സംഭവിച്ചത്. അതായത് ആദ്യന്തം ഉള്ള ഒരു ഘടന ആ വിഭാഗീയതയ്ക്ക് CPIM എന്ന സംവിധാനത്തിൻ്റെ സംഘടനാ ശരീരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ് അതിൻ്റെ കൗതുകകരമായ കാര്യം. പല ഭാഗങ്ങളിലായി പലയിടങ്ങളിലായി പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അതിൽ തന്നെ പ്രമുഖരായ ഇപ്പോൾ G. സുധാകരനെ പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം പുറത്തു വന്നിട്ട് അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത് അദ്ദേഹം പുറത്തോട്ട് വരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണനായാലും PK ശശി ആയാലും പിന്നെ CPIയിൽ നിന്ന് CC മുകുന്ദനായാലും ഒക്കെ അങ്ങനെ പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ CC മുകുന്ദനും S. രാജേന്ദ്രൻ 2 മുൻ MLA-മാർ NDAയുടെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇങ്ങനെ കേരളത്തിൽ സാധാരണ അങ്ങനെ എപ്പോഴും കാണാൻ കിട്ടാത്ത ചില കാഴ്ചകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും ഗൗരവതരമായി എനിക്ക് തോന്നുന്നത് ഇന്നത്തെ TK ഗോവിന്ദൻ്റെ പുറത്തേക്കുള്ള പോക്കാണ്. അത് TK ഗോവിന്ദൻ അങ്ങനെ കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു CPIMൻ്റെ ഒരു പ്രാദേശിക നേതാവ് എന്ന നിലയ്ക്ക് തള്ളാവുന്ന ആളല്ല. അദ്ദേഹം തന്നെ പറയുന്നത് പോലെ പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്, തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ് TK ഗോവിന്ദൻ. അപ്പോൾ ആ നിലയ്ക്ക് സീനിയോറിറ്റി ഉള്ള ഒരു നേതാവാണ്. മാത്രമല്ല ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് അദ്ദേഹം. അപ്പോൾ ഈ പാർട്ടി സംവിധാനത്തെക്കുറിച്ച് ഏറ്റവും ധാരണയുള്ള കണ്ണൂർ പോലെ CPIM ഏറ്റവും ശക്തമായ ഒരു ജില്ലയിൽ ആ ജില്ലയിലെ ആ സംഘടനാ സംവിധാനത്തിനകത്തെ ഏറ്റവും മുതിർന്ന നേതാവാണ് അദ്ദേഹം. പിണറായി വിജയൻ കഴിഞ്ഞാൽ എന്ന് തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് അവിടെ പാർട്ടി വിട്ടിറങ്ങുന്നു. ഞാൻ പരാജിതനായി പാർട്ടിക്കുള്ളിൽ, അതുകൊണ്ട് ഞാൻ പാർട്ടി വിട്ടിറങ്ങുകയാണ്, അതിന് കാരണം ആരാണ്? അത് പാർട്ടി സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ തലം മറ്റൊന്നാണ്. അതിന് കാരണം എന്താണ്? ഇപ്പോൾ സ്വജനപക്ഷപാതം അത് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം എണ്ണി കാരണങ്ങൾ വിശദീകരിക്കുന്നത്. അത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ ആന്തൂരിലെ പ്രശ്നമുണ്ടാകുമ്പോഴും ഇതേ സ്വജനപക്ഷപാതം പ്രവർത്തിച്ചിട്ടുണ്ടെന്നിപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നു. അന്ന് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ P. ജയരാജനെ വേട്ടയാടി എന്ന് അദ്ദേഹം ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതായത് അന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് MV ജയരാജൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു, അപ്പോൾ അതുപോലെ കോട്ടയത്ത് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ P. ജയരാജൻ പിന്നെ തിരിച്ചുവരവുണ്ടായിട്ടില്ല P. ജയരാജന്. അപ്പോൾ മനഃപൂർവ്വം P. ജയരാജനെ ഒതുക്കിയതാണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു പക്ഷത്താണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ കുറേ വിഷയങ്ങൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കാനുണ്ട്. പിന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം രണ്ടുപേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആരാണ്? അവർ രണ്ടുപേരുടെയും ബൈറ്റാണ് നമ്മളിപ്പോൾ കേട്ടത്. MV ജയരാജനോടും EP ജയരാജനോടും ഈ 2 നേതാക്കളോടും വിശദമായി പറഞ്ഞു. അപ്പോൾ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാമാണ് വിശദീകരിച്ചതെന്ന്. സ്വാഭാവികമായും പാർട്ടിയുടെ ശൈലിയിൽ തന്നെയുള്ള പ്രതിരോധമാണ് ഇപ്പോൾ ഈ നേതാക്കൾ തീർത്തിരിക്കുന്നത്. വർഗവഞ്ചകൻ എന്ന് വിളിയുണ്ടാകുമെന്ന് പറഞ്ഞു, വർഗവഞ്ചകൻ എന്നുള്ള വിളിയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ എന്താണ് UDFൻ്റെ പിന്തുണയോടെ ഒരുപക്ഷെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായേക്കും. ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിമാരാവാൻ താല്പര്യപ്പെട്ടിരുന്ന തളിപ്പറമ്പിലെ നേതാക്കന്മാരെല്ലാം ആകെ സങ്കടത്തിലാണെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഇദ്ദേഹത്തിന് പിന്തുണ ലഭിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ആ മണ്ഡലം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ കൂടിയുണ്ടല്ലോ. ആ മണ്ഡലത്തിൽ UDFന് കെട്ടുറപ്പുള്ള ഒരു സംഘടനാ ശരീരമുള്ള മണ്ഡലം തന്നെയാണ് തളിപ്പറമ്പ് മണ്ഡലം. അവിടെ ലീഗിന് സാന്നിധ്യമുണ്ട്, കോൺഗ്രസിനാണെങ്കിലും എല്ലായിടത്തും കമ്മിറ്റികളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇത്ര മുതിർന്ന ഒരു നേതാവ് സ്ഥാനാർത്ഥിയായി UDFൻ്റെ പിന്തുണയോടെ മത്സരിക്കാൻ വരികയും CPIMലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞ് മത്സരരംഗത്ത് ഇറങ്ങുകയും ചെയ്താൽ എന്താവും സംഭവിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് നമ്മൾ കാണണം. കാരണം ഉറച്ച കോട്ടയാണ് CPIMൻ്റെ എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വരുമ്പോഴും ഈ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ ശ്യാമിലി? ഒരു CPIM ബന്ധുവിന് അല്ലെങ്കിൽ CPIM അണികൾക്ക് വളരെ കൺവിൻസിംഗ് ആയി തോന്നാവുന്ന കുറേ പോയിന്റുകൾ എടുത്ത് അവതരിപ്പിച്ചു അദ്ദേഹം എന്നുള്ളതാണ്. അതിനിപ്പോൾ എളുപ്പത്തിൽ പ്രതിരോധിക്കാവുന്ന CPIMൻ്റെ മാർഗം എന്നുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഒരു മികച്ച രാഷ്ട്രീയ പ്രവർത്തകയാണെങ്കിൽ അവരെ പരിഗണിക്കാതിരിക്കുക എന്നത്, അതായത് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും കൊടിയ തെറ്റ് എന്നുള്ളതാണ്. ശരിയാണത്. ഒരു തരത്തിൽ നോക്കിയാൽ അങ്ങനെയാണ്. ഒരു സ്ത്രീ എന്നുള്ളത് കൊണ്ട് മാത്രം ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതായത്
ചെറുപ്പത്തിൽ തന്നെ പാർട്ടി പ്രവർത്തന രംഗത്ത് സജീവമായി വന്ന ആളാണ് അവർ. എം വി ഗോവിന്ദൻ മാഷ് അവരെ കണ്ട് വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇങ്ങനെ ഒരുപക്ഷെ ഈ വിവാഹബന്ധത്തിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ കുറെ കൂടി മുതിർന്ന ഒരു നേതാവായി വളരാമായിരുന്ന സാഹചര്യം അവർക്കുണ്ടായിരുന്നു. എന്നിട്ട് ഇത്തരം കാരണങ്ങളൊക്കെ കൊണ്ട് അതല്ലെങ്കിൽ ഭർത്താവ് വലിയ നേതാവായി പോയി, അതുകൊണ്ട് ഭാര്യ ഇനിയിപ്പോൾ വീട്ടിലിരിക്കുക എന്ന് തീരുമാനിക്കുന്നത് ശരിയായ തീരുമാനമല്ല. ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അവരെ പരിഗണിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ CPIM-നെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇടത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ള ഒരു പ്രശ്നം, പാർട്ടി എന്തായിരിക്കണം എന്ന് പാർട്ടി നേതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പാർട്ടി എന്തായിരിക്കണം എന്നുള്ള ഒരു സങ്കല്പം പൊതുജനങ്ങൾക്കുമുണ്ട്. അതിപ്പോൾ UDF-ന് പോലും ഉണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, CPIM തകരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന് KC വേണുഗോപാൽ എന്തിനാണ് പറയുന്നത്? അതെന്തിനാണ് VD സതീശൻ പറയുന്നത്? അതെന്തിനാണ് രമേശ് ചെന്നിത്തല പറയുന്നത്? കാരണം ഈ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ അങ്ങനെ ഒരു സംഗതി കിടപ്പുണ്ട്. അപ്പോൾ ഈ ഇടതുപക്ഷം എന്നുള്ളത് ഞങ്ങളാണ് ഇടതുപക്ഷം എന്നെന്തിനാണ് VD സതീശൻ പറയുന്നത്? ഇടതുപക്ഷം എന്നുള്ളതിനെ കുറെ കൂടി എന്താണ് ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതത്തിലേക്കൊന്നും പോകാത്ത, അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഒരു സമീപനമുള്ള ഒരു സംവിധാനമാണ്. അതിൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വരെയുള്ള ആളുകൾ അതിനകത്തുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ പങ്ക് പറ്റുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അത് ഞങ്ങൾ കൂടിയാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് VD സതീശൻ അത് ആവർത്തിച്ചത് പറയുമ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇതായിരിക്കണം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു ആഗ്രഹം അത് ജനങ്ങൾക്കുണ്ട്. അതെപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് തിരുത്താനുള്ള എഫേർട്ട്, അതല്ലെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമം അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എന്താണ് അത്? അങ്ങനെ ഉണ്ടായാലേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിലനിന്ന് പോകാൻ കഴിയൂ എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഇതെൻ്റെ മാത്രം നിരീക്ഷണമാണ്. അപ്പോൾ അതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്യാമള ടീച്ചർ മികച്ച രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളായിരിക്കാം. അവരെ അവതരിപ്പിക്കണം. പക്ഷെ അവരെ അവതരിപ്പിക്കുമ്പോൾ ഇതാണ് ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങൾക്ക് തോന്നണം. അതല്ല ഇതിനേക്കാൾ മികച്ചവരുണ്ട് എന്നുള്ള ഒരു ബോധ്യം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കുകയും വേണം. ഇപ്പോൾ ഈ PK ഗോവിന്ദൻ പറഞ്ഞത് ഏതാണ്ട് ആ മട്ടിൽ കണക്കാക്കിയാൽ, കാരണം ഈ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളെല്ലാം നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ആ എതിർപ്പിൻ്റെ ഒരു തീവ്രത എത്രത്തോളമാണ് എന്നുള്ളത് ഇന്നിപ്പോൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അത് തെറ്റാണെങ്കിൽ പാർട്ടി അതിനെ ഖണ്ഡിക്കുമായിരിക്കും. എന്നാലും ആ വാക്കുകളെ മുൻനിർത്തി നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദമാഷ് പങ്കെടുത്ത യോഗങ്ങളിൽ തന്നെയാണ് ഈ എതിർപ്പ് സജീവമായി ഉണ്ടായിരിക്കുന്നത്. ഗോവിന്ദമാഷ്ക്ക് CPIM-ൽ ഇപ്പോൾ ഭാര്യ ഭർത്താവ് എന്ന മട്ടിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറൊരു തലത്തിൽ തന്നെയാണ് അതിനെല്ലാം സഖാക്കൾ എന്ന മട്ടിൽ തന്നെയാണ് അതിനെ പരിഗണിക്കുക. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവിടെ വലിയ എതിർപ്പുണ്ടാകുന്നുണ്ട്. കാരണം എന്താണ്? ഇവർക്ക് ആ യോഗ്യതയുണ്ടോ എന്നുള്ള സംശയം എന്ന മട്ടിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് ഇന്നിപ്പോൾ PK ഗോവിന്ദൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ അതിൽ ഗോവിന്ദൻ മാഷ് ഒരു അഭിപ്രായം പറയണമായിരുന്നു എന്നാണ്. അദ്ദേഹം അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഞാനില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാറി. ചിലർക്കത് ശരിയായ തീരുമാനമായി തോന്നാം. പക്ഷേ അദ്ദേഹം അതിലൊരു നിലപാട് പറയേണ്ടതായിരുന്നില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി കൂടിയാണല്ലോ. അദ്ദേഹം ഒരു നിലപാട് പറയേണ്ടതായിരുന്നില്ല. പിന്നെ അദ്ദേഹം ഈ യോഗങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഈ യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുകയും അവിടെ നിന്നുള്ള ഈ എതിർപ്പ് എന്തുകൊണ്ടാണ് എന്നുള്ളത്, എതിർപ്പ് എങ്ങനെയാണ് ഉയരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നേരത്തെ മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് വന്നത്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ PK ഗോവിന്ദൻ്റെ കമൻറ്റുകൾ വന്നിട്ടുള്ളതും. അപ്പോൾ സെക്രട്ടറിയേറ്റിൽ എതിർപ്പുണ്ടായി, അതിനുശേഷം ജില്ലാ കമ്മിറ്റിയിൽ എതിർപ്പുണ്ടായി, മണ്ഡലം കമ്മിറ്റിയിൽ എതിർപ്പുണ്ടായി. ഇങ്ങനെ 3 തലത്തിലുള്ള എതിർപ്പ് ശക്തമായിരുന്നു. പിന്നെ CPIM-ൻ്റെ സംഘടനാ ശൈലി അറിയാമല്ലോ, ഒരു ലെനിനിസ്റ്റ് സംഘടനാ രീതി ആയതുകൊണ്ട് അതിപ്പോൾ താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് കൊടുക്കല്ല, മുകളിൽ നിന്ന് ആ തീരുമാനം താഴേക്ക് വരിക തന്നെയാണ്. അതിനെ പ്രത്യേക തരത്തിൽ ജനാധിപത്യപരമായി വിശദീകരിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഈ എതിർപ്പ് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് തിരിച്ചറിയാനോ അതിനെ അഡ്രസ്സ് ചെയ്യാനോ പാർട്ടി തയ്യാറായില്ല എന്നിടത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഏറ്റവും മികച്ചയാൾ അവിടെ ശ്യാമള ടീച്ചറാണ് എന്ന് അവിടുത്തെ പാർട്ടിക്ക്, അവിടുത്തെ പാർട്ടി അണികൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക്, ബഹുജനത്തിന് തോന്നുന്ന തരത്തിലാണോ അവതരിപ്പിച്ചത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇനി ഇതിൻ്റെ ഒരു അങ്ങനെ അത് ജനങ്ങൾക്ക് പ്രാദേശികമായി പാർട്ടിക്ക് ഒക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണോ എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയണം. വിശദമായി തന്നെ പറഞ്ഞു. ഇതിൽ ഞാനൊരു
രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ഈ സംഭവ വികാസങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ആദ്യമായി മനസ്സിൽ വരുന്നൊരു കാര്യം എന്നുള്ളത് തദ്ദേശീയമായ വിഭാഗീയത വളരെയധികം നിലവിൽ കടുത്തിരിക്കുന്നു പാർട്ടിയിൽ. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ആസന്നമായിരിക്കും എന്നുള്ളത് എനിക്കൊരു ഭയങ്കര അതിശയമായി തന്നെ തോന്നുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഈ വിമത ശബ്ദം കേൾക്കുമ്പോൾ ഹർഷ, നമ്മൾ EK നായനാർ, ചടയൻ ഗോവിന്ദൻ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി കണ്ണൂരിൽ നിന്ന് വന്ന് നമ്മുടെ ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായി പാർട്ടിയെ നയിച്ച നേതാക്കന്മാരാണ്. ഇവർക്കൊന്നും കീഴിലില്ലാത്ത തരം പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലുള്ള ഒരു വീഴ്ച കണ്ണൂരിൽ നിന്ന് തന്നെ വരുന്ന MV ഗോവിന്ദൻ മാസ്റ്റർക്ക് കീഴിലെ പാർട്ടിക്ക് സംഭവിക്കുന്നു എന്നുള്ളത് ഭയങ്കര അതിശയകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സംഘടനാ സംവിധാനത്തിലെ വീഴ്ച ഈ പാർട്ടി സെക്രട്ടറിയുടെ തന്നെ അധികാരപരിധിയിൽ, ഏറ്റവും അടുത്ത അധികാരപരിധിയിൽ സംഭവിക്കുമ്പോൾ, ഞാൻ തളിപ്പറമ്പ് തന്നെയാണെന്ന് കൂട്ടിക്കോളൂ, ഈ അധികാരപരിധിയിൽ സംഭവിക്കുമ്പോൾ കാൽച്ചുവട്ടിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്ന അത്ര ഗൗരവതരമായ ഒരു കാര്യം പാർട്ടിക്കുള്ളിൽ സംഘടനാ സംവിധാനത്തിൽ സംഭവിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിലിപ്പോൾ ഇതിനു മുമ്പ് തന്നെ VS-ൻ്റെ അടക്കം കാര്യങ്ങൾ ഹർഷൻ പറഞ്ഞു. അപ്പോഴും MV ഗോവിന്ദൻ മുഖേനയുള്ള, MV രാഘവൻ മുഖേനയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ണൂർ പാർട്ടിയിലും CPM-ൻ്റെ സംഘടനാ സംവിധാനത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു സൈദ്ധാന്തിക പരിവേഷം ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു കേന്ദ്രീകൃത വിഭാഗീയതയോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള തദ്ദേശീയമായ വിഭാഗീയതയിൽ പെടുത്താവുന്നതല്ലായിരുന്നു. അതൊരു സൈദ്ധാന്തികമായ പരിവേഷം അതിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത്രയധികം കൊടിയ വിഭാഗീയത കണ്ട ഒരു പാർട്ടിയും അതിനൊക്കെ അതിജീവിച്ചു വന്ന ഒരു പാർട്ടിയുമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ നേതാക്കളുടെ, അത് ചിലപ്പോൾ ഈ 10 വർഷമായ ഭരണത്തിൻ്റെ ഒരു തണുപ്പ് പിടിച്ചതുകൊണ്ടോ മറ്റോ ആയിരിക്കാം, ഈ ഘട്ടത്തിൽ നേതാക്കളുടെ പാർലമെൻ്ററി മോഹം എന്നുള്ളത് കൊടിയ തദ്ദേശീയ വിഭാഗീയതയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര അതിശയകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് ആശാവഹമേ അല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അണികൾക്കുള്ളിൽ ആശാവഹമേ അല്ല, അവർക്കൊക്കെ അതിൽ അമർഷവുമുണ്ട്, ചില ആശങ്കകളും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. പിന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലയളവിൽ തന്നെ നോക്കുക, വളരെ ചെറിയൊരു ഉദാഹരണം തന്നെ, പക്ഷേ അതൊരു വലിയ കാര്യവുമാണ്. ഇപ്പം അമ്പലപ്പുഴയിൽ G. സുധാകരൻ പാർട്ടി ബന്ധം വിച്ഛേദിച്ചു പോന്നു. അദ്ദേഹം കൊടിയ അതൃപ്തിയിലാണ് കാലങ്ങളായി, അവിടെ നമുക്കറിയാം കൊടിയ അതൃപ്തിയിലാണ്. എന്നിട്ടും അദ്ദേഹം പാർട്ടിയിൽ നിന്നുകൊണ്ട് തൻ്റെ അതൃപ്തിയൊക്കെ മറച്ചു വെക്കുകയോ പിടിച്ചു വെക്കുകയോ ചെയ്ത് ചില നേരങ്ങളിലായി പുറത്തേക്ക് പറയുകയും എങ്കിലും അവിടെ നിലനിന്ന് പോവുകയായിരുന്നു. ഈ നമ്മുടെ പാർട്ടി സെക്രട്ടറി, ഈ CPM-ൻ്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പരിഗണിക്കില്ല എന്നൊരു പറച്ചിലും ഒരു ചിരിയും കൊണ്ട് അദ്ദേഹത്തെ പാർട്ടിക്കെതിരെ പറഞ്ഞ്, പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുറത്തെത്തിക്കുന്ന തരത്തിലേക്കുള്ള നിസ്തുലമായ ഇടപെടലിൽ നിന്ന് ഞാൻ വേണമെങ്കിൽ പരിഹസിക്കും. സത്യത്തിൽ ആ രീതിയിൽ ഈ സെക്രട്ടറിക്ക് കീഴിൽ ഈ പാർട്ടിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു പരിഗണനയും ഇല്ലെന്നുള്ള പറച്ചിൽ. പിന്നെ ഈ CPM അണികൾ എല്ലാ ഘട്ടത്തിലും പറയും CPM നന്നാക്കികളാവണ്ട നിങ്ങളാരും, മാധ്യമപ്രവർത്തകർ എല്ലാവരും. ഇനി മാത്രമല്ല കോൺഗ്രസ്സുകാരാണ് ആ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പറയും പാർട്ടി നന്നാക്കികൾ നിങ്ങളാരും ആവണ്ട എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇക്കണ്ട കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ കാലയളവിലുള്ള പച്ചപ്പ് കണ്ടിട്ട് ഇതാണ് പാർട്ടി, ഇതാണ് പാർട്ടിയുടെ അടിത്തറ, ഇത് ഭയങ്കര സ്ഥായിയായിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു മേനി നടിക്കാൻ ഇനി ഇവർക്ക് അവകാശമുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലും ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. അത് ഇത് ഇത് രണ്ടും വേറെ വേറെയാണ്. ചില ഘട്ടങ്ങളിൽ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ പാർട്ടിയല്ല ഈ സർക്കാർ, നമ്മുടെ നയങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കും ഒന്നും ഞങ്ങൾ തയ്യാറായില്ല എന്ന് പറയുന്നു. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു സംഘടനാ സംവിധാനത്തിലൊക്കെയാണ് സാധാരണ ഈ കുടുംബാധിപത്യം എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഈ പാർട്ടിക്ക് ഈ സെക്രട്ടറിയുടെ കീഴിൽ ഈ പരിഹാസവും ഈ ആക്ഷേപവും ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. കുടുംബാധിപത്യം, സ്വജനപക്ഷപാതം എന്നൊക്കെയുള്ള വാദങ്ങൾ ഈ സെക്രട്ടറി. അതായത് മുമ്പ് വിഭാഗീയത, നേരത്തെ ശ്യാമിലി സൂചിപ്പിച്ച വിഭാഗീയതയുടെയൊക്കെ കാലത്ത് ആത്യന്തികമായി ആ വിഭാഗീയതയിൽ സജീവമായി പങ്കെടുത്ത പലരും പിന്നീട് ഇതൊക്കെ വ്യക്തിയധിഷ്ഠിതമായിരുന്നു ഈ വിഭാഗീയത എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഘട്ടത്തിൽ അവതരിപ്പിക്കുമ്പോഴും കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴും കൊടി പിടിച്ച് തെരുവിലിറങ്ങുമ്പോഴും ഒക്കെ അതിനൊരു സൈദ്ധാന്തിക പരിവേഷം നൽകാനോ ആദർശത്തിൻ്റെ പരിവേഷം നൽകാനോ ഒക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങളുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇത് പ്രാദേശികമായ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും അത് എന്താണ് ഈ സ്വജനപക്ഷപാതം എന്ന തരത്തിലേക്കൊക്കെ ആ വിഷയങ്ങൾ മാറുന്നത് ഗൗരവതരമാണ്. കാരണം പ്രാദേശികമായ പ്രശ്നം എന്ന് ഞാനെടുത്ത് പറയാൻ കാരണം ഇന്ന് ഇപ്പോൾ ഈ PK ഗോവിന്ദൻ ഇത് അവതരിപ്പിച്ചത് ആ സ്വഭാവത്തിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ആ നിലയ്ക്ക് പ്രാദേശികമായി നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഈ നീറിക്കിടക്കുന്ന കനലുകൾ പല സ്ഥലത്തും വേറെയുണ്ട്. അതായത് പൊന്നാനിയിലുണ്ട്,
അവിടെ ഇങ്ങനെ ആരും പ്രത്യേകിച്ച് പൊട്ടിത്തെറിച്ച് പുറത്തു വരുന്നില്ല. പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിഞ്ഞ് അവിടെ സിദ്ദിഖിനെ പോലെയുള്ള നേതാക്കൾ ആദ്യം തന്നെ വെള്ളം കോരി ഒഴിച്ച് കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊരു വശത്ത്. അതുപോലെ നെന്മാറയിൽ ഇപ്പോൾ കെ ബാബുവിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ പ്രേമനെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതിൽ വലിയ എതിർപ്പുള്ള ഒരു വലിയ വിഭാഗം പാർട്ടിക്ക് ഉള്ളിൽ തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കെ ബാബുവായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ചർച്ച നടത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നത്. ഇങ്ങനെ അതായത് ഇപ്പോൾ നമ്മൾ പുറത്ത് കണ്ട 5-6 MLA-മാരുടെ പുറത്തേക്ക് പോക്ക്, മുൻ MLA-മാരുടെ പുറത്തേക്ക് പോക്കിനപ്പുറത്തുള്ള നീറിപ്പുകയുന്ന സാഹചര്യം പലയിടത്തും ഉണ്ട്. അതെ, ചുരുക്കി ഇനി ഇതിൽ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ബക്കറ്റിലെ തിരയാക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഈ പാർട്ടിയിലെ അണികളെ ബക്കറ്റിലെ സമുദ്രത്തിൻ്റെ മാറോട് ചേർന്ന് ആർത്തടിക്കാൻ വിടാതെ, പാർട്ടിയുടെ മാറോട് ചേർന്ന് ആർത്തടിക്കാൻ വിടാതെ ബക്കറ്റിലെ തിരയാക്കുന്ന തരത്തിൽ നമ്മുടെ പാർട്ടി സംവിധാനങ്ങൾ മാറുന്നുണ്ടോ, ആ തരത്തിലേക്ക് അവരെ മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ പരിശോധിക്കേണ്ടതായ ഒരു വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. അണികളും ആ അർത്ഥത്തിൽ തന്നെ അതിന് ഉൾക്കൊണ്ടുകൊണ്ട് പരിശോധിച്ചാൽ നന്നായിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. കാരണം തിരഞ്ഞെടുപ്പാണല്ലോ. എന്തായാലും ഈ വിഷയം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും വിമത ഭീഷണിയും ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വിമത ഭീഷണിയിൽ സംസ്ഥാനത്തെ ചുവപ്പ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്കയും നേതാക്കൾക്കിടയിലുണ്ട്. വിമതരായി മാറിയ നേതാക്കളെ പാർട്ടിയിൽ നിലനിർത്താൻ കഴിയാതിരുന്നത് സംസ്ഥാന നേതൃത്വത്തിന് പറ്റിയ പാളിച്ചയാണെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പാർട്ടി വിട്ട വിമതരെല്ലാം മത്സരിക്കുന്നത് LDFന്റെ സിറ്റിംഗ് സീറ്റുകളിലാണ് എന്നതാണ് പാർട്ടികളെ ആശങ്കയിലാക്കുന്നത്. ഇടതുകോട്ടയായ കണ്ണൂരിൽ CPIM-നെ പ്രതിസന്ധിയിലാക്കാൻ വിമതർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ അതിവേഗം പ്രഖ്യാപിച്ചു മറ്റു മുന്നണികളേക്കാൾ ഒരു മുഴം മുമ്പേ എത്തിയ പാർട്ടിക്ക് ക്ഷീണം നൽകുന്നതാണ് ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ എന്നതിൽ തർക്കമില്ല. അടുത്തിടെ വന്ന ആരോപണങ്ങളെ നേരിട്ട പോലെ ജനങ്ങളെ അണിനിരത്തി തന്നെ മറുപടി നൽകാനാവും പാർട്ടി ശ്രമിക്കുക എന്ന് വേണം കരുതാൻ. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമയം കുറവാണെന്നിരിക്കെ പ്രാദേശിക ആരോപണങ്ങൾക്ക് കൂടി മറുപടി നൽകേണ്ടി വരുന്നത് നേതൃത്വത്തെക്കാൾ അധികം പാർട്ടി പ്രവർത്തകരെ കുഴപ്പത്തിലാക്കിയേക്കും. തുടർച്ചയായി 3ാമതും സംസ്ഥാനത്ത് അധികാരത്തിലേറാൻ പരിശ്രമിക്കുന്ന ഇടതുപക്ഷത്തെ സ്വന്തം തട്ടകത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ പിന്നോട്ടടിപ്പിക്കുമോ എന്നതും ഈ ഘട്ടത്തിൽ കാത്തിരുന്നു കാണേണ്ടതാണ്.